മാങ്ങാണ്ടി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ആരെയെന്നറിയോ? പ്രതാപന്റെ മോളെയും പീഡിപ്പിച്ചു. ഇപ്പൊ സെറ്റിൽമെന്റ് ആയി. കെ പി ചിച്ചിക്ക് പരാതി കൊടുത്തു. കണ്ണി ജോസഫിനും ചെന്നിക്കലയ്ക്കും പിന്നെ ബീഡിക്കും സിഗരറ്റിനും എല്ലാത്തിനും അറിയാതെ ഇപ്പൊ സംഭവം. പ്രതാപന്റെ മോളെ ഇവൻ പീഡിപ്പിച്ചു. അവസാനം പ്രതാപന്റെ മോളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മാങ്ങാണ്ടിയുടെ പറമ്പിൽ നിന്നുള്ള വിധേയത്വം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പല ആൾക്കാർക്ക് അടുത്ത ഫീഡ്ബാക്ക് കിട്ടുന്നത്. പറമ്പിലിന് ചെറിയ വേറൊരു വീക്ക്നെസ് ഉണ്ട്. പറമ്പിലിന് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ബൈസെക്ഷലാണ്. അപ്പം പിന്നെ ഒരു വശത്ത് ഭാര്യയായിട്ടുള്ള ബന്ധമൊക്കെ മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം വേറെ വീക്ക്നെസ് ഉള്ളത് ഈ കുണ്ടനടിയാണ്, സൈക്കിളാണ്. അതിന്റെ പ്രശ്നമുണ്ട് പറമ്പിലിന്. പിന്നെ ഇവന്റെ കുണ്ടനാണ് മാങ്ങാണ്ടി. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള എത്ര അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ഈ ഹൃദയബന്ധം ഉണ്ടാവുന്നത്. ഹൃദയബന്ധമല്ല, അത് ശരിക്കും ശരീരബന്ധമാണ്. ആ ശരീരബന്ധം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ തമ്മിലുള്ള ബന്ധം ഇതാണ്. അത് യാതൊരു തെറ്റുമില്ല. ഈ കുണ്ടൻ ബന്ധമുണ്ട് എന്നതിന്റെ പുറത്ത് അയാൾക്ക് സീറ്റ് വേണം, അയാളെ മറ്റേ ബൂത്തന്റെ റിസൾട്ട് ആക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പറമ്പലിന്റെ വൃത്തികേടാണ് എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയമായ അധാർമികതയാണ്. അതിനെന്തുകൊണ്ടാണ് ഇവന്മാര് ഈ കൊങ്ങികൾ ഇങ്ങനെ നിന്നു കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അത് ബീഡി ആയാലും KS ആയാലും KC ആയാലും വേണ്ട സണ്ണി ചേട്ടനാണെങ്കിലും പിന്നെ ചെന്നിത്തല ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും എന്തിനാണെങ്കിലും നിന്നു കൊടുക്കണേ.